ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറിയാണ്. രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ സൽമ ജോലിയൊക്കെ ഒതുക്കി മൂത്ത മകനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടിട്ട് റോഡിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു പയ്യൻ കടയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. ഈ ബംഗാളികളൊക്കെ നാട്ടിൽ ജോലിക്കായി വന്നിട്ടിപ്പം മലയാളിയാണോ ബംഗാളിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാതെ ആയല്ലോ. ഇടം കണ്ടിട്ട് അവനെ ഒന്നേ നോക്കിയിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. സമയം മുന്നോട്ട് നീങ്ങി. പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങിയതും കുഞ്ഞിന് പാപ്പം കൊടുത്തോണ്ടിരുന്ന അവൾ നൈറ്റിയുടെ സിപ്പും വലിച്ചിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ മുന്നിൽ അവളുടെ വാപ്പ ബഷീറായിരുന്നു. കണ്ടപാടെ കുഞ്ഞിനെ എടുത്ത് അയാൾ മോളുടെ തോളിൽ തടവിക്കൊണ്ട് അകത്തേക്ക് കയറി. ആ വാപ്പ എന്താ ഈ നേരത്ത്? ഉമ്മ എവിടെ? ഞാൻ ടൗണിൽ പോയി വരുവാടി മോളെ, വരുന്ന വഴി ഇങ്ങോട്ട് കയറിയതാ. മോൻ എവിടെ? പഠിക്കാൻ പോയോ? പോയി വാപ്പ, അവൾ പറഞ്ഞുകൊണ്ട് കുടിക്കാനെടുക്കാനായി വേഗം അടുക്കളയിലേക്ക് കയറി. ബഷീറാണെങ്കിൽ അവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കാനും. ഇന്നാ വാപ്പ, ഇത് കുടിക്ക്. 5 മിനിറ്റ് കഴിഞ്ഞതും സൽമ ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി എത്തി. ആകെ നാശമായല്ലോ മോളെ, ഇവിടെ എല്ലാം പുല്ല് പിടിച്ചും പൊടിയും കയറി. വൃത്തിയാക്കലൊന്നുമില്ല ഇവിടെ. ഞാൻ എന്ത് ചെയ്യാനാ? ഈ കുഞ്ഞിനെ ഇട്ട് അടുക്കളപ്പണി എടുക്കാൻ തന്നെ പാടാണ്, പിന്നെയല്ലേ പുറം പണി. അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് ചുണ്ടുമലർത്തി. അതും ശരിയാണ്, ഞാൻ മോളോട് പറഞ്ഞതല്ലേ കുറേ നാൾ ഉമ്മയും കൂട്ടി ഇങ്ങോട്ട് കൂട്ടാൻ. അതൊന്നും വേണ്ട വാപ്പ, ഒന്നാമതേ വയ്യ പാവത്തിന്. എന്നാൽ പിന്നെ പുറം പണിക്ക് 2 ബംഗാളികളെ വിളിച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. ദൂരോട്ടൊന്നും പോകണ്ടല്ലോ, ജോലിക്കാർ അടുത്ത് തന്നെ ഇല്ലേ? എൻ്റെ വാപ്പ, മലയാളം പോലും എനിക്ക് നല്ലപോലെ അറിയില്ല, അപ്പോഴാ ബംഗാളി. അവളുടെ സംസാരം കേട്ട അയാൾ ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. ഇനി നീ ബംഗാളി പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം, പോരെ? അയാൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാനായി പുറത്തേക്കിറങ്ങിയതും സൽമ കാണുന്നത് രാവിലെ മകനെ വണ്ടിയിൽ കയറ്റാൻ പോയപ്പോൾ കണ്ട ബംഗാളി തിരിച്ചു വരുന്നതായിരുന്നു. ബഷീർ അയാളെ തന്നെ കൈകൊട്ടി വിളിച്ചതും മേലേക്ക് കയറാൻ പോയ അവൻ അടുത്തേക്ക് വന്നു. എന്താ ചേട്ടാ? അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചതും സൽമയും ബഷീറും മുഖത്തോട് മുഖം നോക്കി. ആ, മലയാളിയായിരുന്നോ താൻ? സ്ഥലം പാലക്കാടാണ്, ഇവിടെ ജോലിക്കായി വന്നതാണ്. അവനത് അയാളോട് പറയുമ്പോൾ പിന്നിൽ കുഞ്ഞുമായി സൽമ അവനെ അടിമുടി ഒന്ന് നോക്കി. ഇവനല്ലേ അന്ന് വൈകിട്ടും മേലെ ഇന്ന് ഇവിടേക്ക് നോക്കിയത്? ഇവൻ തന്നെ ആയിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. ആണോ? അതെന്തായാലും കാര്യമായി. അതിരിക്കട്ടെ, ഇവിടെ ഇപ്പം ആരുമില്ലേ? മലയാളിയാണെന്നറിഞ്ഞതും ബഷീർ അവനോട് കാര്യങ്ങൾ തിരക്കി. ഇല്ല ചേട്ടാ, അവരൊക്കെ ജോലി കുറവായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോയി. അതുകൂടി കേട്ടതും സൽമ ഉറപ്പിച്ചു അന്ന് തന്നെ നോക്കിയത് ഇവൻ തന്നെയാണെന്ന്. എന്തായാലും താൻ പണിയില്ലാതെ നിൽക്കുവല്ലേ, 2-3 ദിവസത്തെ ജോലിയുണ്ട്, ചെയ്യാമോ? ആ ചെയ്യാൻ ചേട്ടാ. എവിടെയാ വരേണ്ടത്? ഇവിടെ തന്നെ. ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പുല്ലൊക്കെ വെട്ടി വേസ്റ്റ് കുറച്ചുണ്ട്, അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം. ആ, ഞാൻ ചെയ്യാം. 3-4 ദിവസമായി ജോലിയില്ലാതിരുന്ന അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അയാളെയും അവളെയും ജോലി കിട്ടിയ സന്തോഷത്തിൽ നോക്കി ചിരിച്ചുകൊണ്ട് തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സിലും പല പല ചിന്തകളായിരുന്നു. എന്നാലും ഇവൻ എന്തിനായിരിക്കും എന്നെ നോക്കിയത്? ഇനി എന്നെ തന്നെ ആയിരിക്കുമോ? അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന സുന്ദരികളെ നോക്കാത്ത ആണുങ്ങളുണ്ടോ? അവൾ സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വാപ്പ പോയതും മെല്ലെ അകത്തേക്ക് കയറി. നാട്ടിൽ പലചരക്ക് കടയുമായി നടന്ന ഷാജിയുടെ ബിസിനസ്സുകൾ തകർന്നത് കൊറോണയുടെ വരവോടുകൂടിയായിരുന്നു. സാധാരണക്കാരൻ പോലും ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതും അയാൾ ശരിക്കും വീണുപോയിരുന്നു. അവസാനം കടയും പൂട്ടി വീട്ടിലിരിപ്പായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് താൻ ഈ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന സത്യം.
5-6 മക്കളുള്ള കുടുംബത്തിലെ ഇളയ സന്തതിയാണെങ്കിലും ഷാജിയുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കാണാൻ കുറച്ച് ഭംഗി മാത്രമായിരുന്നു. അതും വെച്ചായിരുന്നു ഷാജി സുന്ദരിയായ സൽമയെ വളച്ചതും അവളെയും കൊണ്ട് ഒളിച്ചോടിയതുമൊക്കെ. സൽമയുടെ വീട്ടുകാർ കാശിൻ്റെ കാര്യത്തിൽ കുറച്ച് മുൻപന്തിയിലായതുകൊണ്ടും ഒറ്റ മകളോടുള്ള സ്നേഹം കൊണ്ടും അംഗങ്ങൾ കൂടുതലുള്ള ആ ഓടിട്ട പുരയിൽ നിന്ന് ഷാജിയെയും സൽമയും പിണക്കങ്ങളൊക്കെ മറന്നു വീട്ടിലേക്ക് വിളിച്ചത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്ന അവന് ജംഗ്ഷനിൽ ഒരു പലചരക്ക് കട ഇട്ടുകൊടുക്കുകയും താമസിക്കാൻ 2 നിലയുള്ള മനോഹരമായൊരു വീടും പണിതു കൊടുത്തിരുന്നു. അവർ എല്ലാം തൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള അഹങ്കാരം സൽമയുടെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ആയിരുന്നു അവനോട് ഇടപഴകിയതും സ്നേഹിച്ചതുമൊക്കെ. മുഖത്ത് വില കൂടിയ സൗന്ദര്യ വസ്തുക്കൾ, കഴിക്കാനും ഉടുക്കാനുമൊക്കെ വില കൂടിയ ഭക്ഷണവും തുണികളും. 2 പേരുടെയും ജീവിത സാഹചര്യങ്ങളും വളരെയധികം വ്യത്യസ്തമായിരുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചു വന്ന അവളെ ഇതിനോടെല്ലാം വീണ്ടും ഭ്രമിപ്പിച്ചത് ഷാജിയുടെ ഭാര്യാസ്നേഹം തന്നെയായിരുന്നു. പക്ഷേ കടയും പൂട്ടി കയ്യിലുള്ള പണവും തീർന്നു തുടങ്ങിയതും അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും നിരാശയുമൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. സാധാരണ പെണ്ണുങ്ങളെക്കാൾ കുറച്ചധികം ദുള്ള സൽമ 24 മണിക്കൂറും വീട്ടിലിരിക്കുന്ന ഷാജിയുമായി ചെറിയ വഴക്കും പിണക്കവുമൊക്കെയായി. 2 പേരുടെയും സംസാരത്തിന് പോലും നീളമില്ലാതായതും വീണ്ടും അവളുടെ ബന്ധുക്കളൊക്കെ സഹായിച്ച് വേഗം തന്നെ ഗൾഫിലേക്ക് പറന്നു. ഒറ്റയ്ക്കായിപ്പോയ സൽമയും 2 വയസ്സുള്ള കുഞ്ഞിനെയും വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവൾ പോകാൻ തയ്യാറല്ലായിരുന്നു. അതിൻ്റെ കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി തന്നെയായിരുന്നു അവൾക്ക്. പുറത്തെവിടെയും പോകില്ല. 4 പേർ കുറ്റം പറയുന്ന സ്വഭാവം ഒന്നും തന്നെയില്ല. പക്ഷേ വീട്ടിനുള്ളിൽ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. തൊട്ടടുത്തൊക്കെ ബന്ധുക്കളും കൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിയോനെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി. ഷാജി പോയതിനു ശേഷം 5 വർഷങ്ങൾ അതിവേഗമായിരുന്നു കടന്നുപോയത്. പോയ പോക്കിൽ തന്നെ വിചാരിച്ചതിലും കൂടുതൽ ശമ്പളവും മുഷിപ്പില്ലാത്ത ജോലിയുമൊക്കെ കിട്ടിയ ശേഷം ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു അയാൾക്ക്: എങ്ങനെയും പണമുണ്ടാക്കണം. ഈ കാര്യത്തിൽ പണി കിട്ടിയതാണെങ്കിൽ സൽമയ്ക്കും. പണ്ട് മുതലേ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമുള്ള അവൾക്ക് ഈ ആർഭാടങ്ങൾക്കൊപ്പം തന്നെ മത്തുപിടിപ്പിക്കുന്ന ഒന്നായിരുന്നു മറ്റേത്. പട്ടിണി കിടന്നാലും ഓൾക്ക് അതില്ലാണ്ട് പറ്റില്ല എന്ന അവസ്ഥ വരെ ചിലപ്പോഴൊക്കെ എത്തിയിട്ടുണ്ട്. കെട്ടിയോൻ നാട്ടിലുള്ളപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ പോലും പണിയെടുപ്പിച്ചിരുന്ന അവൾ മുഴുപട്ടിണി ആയ പോലെ ആയിരുന്നു. അയാൾ പോയി 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷമായപ്പോഴേക്കും സഹികെട്ടായിരുന്നു അവൾ കെട്ടിയോനെ നാട്ടിലേക്ക് വരുത്തിയത്. നാട്ടിലേക്ക് വന്ന അവനെ രാവും പകലും എങ്ങോട്ടും വിടാതെ ആയിരുന്നു സൽമ പണിയെടുപ്പിച്ചത്. അമിതമായി വന്ന കാശിൻ്റെ ആർത്തിയിൽ വീടിന് മുന്നിൽ തന്നെയായി നീളത്തിൽ റോഡിനോട് ചേർന്ന് 3-4 മുറികളുള്ള കടകളും മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ എന്ന പോലെ 2 മുറികളും ചെറിയ ഹാളും അടുക്കളയുമൊക്കെയായി കുഞ്ഞു വാടക വീടും വന്നു നിന്ന് 6 മാസം കൊണ്ട് അയാൾ ഉണ്ടാക്കിയിരുന്നു. തിരിച്ചു പോകുന്നതിന് മുമ്പ് സൽമയ്ക്ക് 2ാമതും വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ പറന്നത്. മാസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. കടകളൊക്കെ അവളുടെ വാപ്പയുടെ നേതൃത്വത്തിൽ പലർക്കും വാടകയ്ക്ക് കൊടുത്തു. കിട്ടുന്ന വാടകയൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും തീർക്കാൻ ഒട്ടും മടിയില്ലായിരുന്നു അവൾക്ക്. അതുപോലെയായിരുന്നു പണം വന്നുകൊണ്ടിരുന്നത്. 2ാമത്തെ കുഞ്ഞിന് 1 വയസ്സാവാറായപ്പോഴേക്കും തിന്നുകൊഴുത്ത അവൾ ശരിക്കും ഒരു കുതിരയെപ്പോലെ മാറിയിരുന്നു. ഭർത്താവ് അടുത്തില്ലാത്ത സന്തോഷം ഓൺലൈനിൽ വാങ്ങുന്ന പലവിധ വസ്തുക്കളും ഉപയോഗിച്ച് സന്തോഷം കണ്ടെത്തിയും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ സമാധാനത്തോടെയുള്ള ജീവിതം നയിച്ചും മുന്നോട്ട് നീങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ബഷീർ പറഞ്ഞേൽപ്പിച്ച പോലെ ജോലി ചെയ്യാനായി അവനെത്തി. പതിവ് പോലെ മോനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി തിരിച്ചു വരുന്ന സൽമ കാണുന്നത് സിറ്റൗട്ടിൻ്റെ സൈഡിലുള്ള തിണ്ണയിൽ പടിസാധനമൊക്കെ വെച്ചിട്ട് ജോലി ഷർട്ട് എടുത്തിടുന്ന അവനെയാണ്. ആള് മലയാളിയാണെങ്കിലും കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നില്ലായിരുന്നു. ഏറി വന്നാൽ ഒരു 28-30.
മെലിഞ്ഞ നീളമുള്ള ശരീരമാണെങ്കിലും അവളുടെ കണ്ണുകൾ പതിഞ്ഞത് ആ ഉറച്ച നെഞ്ചിലേക്ക് തന്നെയായിരുന്നു. കാണാൻ ഇരുനിറമുള്ള അത്യാവശ്യ സൗന്ദര്യമൊക്കെയുള്ള അവൻ അവളെ കണ്ടതും നോക്കിയൊന്ന് ചിരിച്ചു. "ആ താത്ത, എവിടെയാ പണി? ഇവിടെ നിന്നങ്ങ് തുടങ്ങട്ടെ?" അവൻ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവിടെ നിന്ന് തുടങ്ങിക്കോ. വേസ്റ്റും പുല്ലുമൊക്കെ വീടിന് പിറകിലിട്ടാൽ മതി കേട്ടോ." "ആ താത്ത, എങ്കിൽ ഞാൻ തുടങ്ങട്ടെ ജോലി. പണിസാധനം ഒന്നും ഇല്ലായിരുന്നു, അതെടുക്കാൻ പോയാണ് കുറച്ച് താമസിച്ചത്." അവൻ പരിചയമുള്ള ആളിനെ പോലെ വാതോരാതെ പറഞ്ഞുകൊണ്ട് ജോലിയിലേക്ക് കടന്നു. സൽമയാണെങ്കിൽ അകത്തേക്ക് കയറുമ്പോഴും മനസ്സാകെ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും അവനേക്കാൾ 2 or 3 വയസ്സിന് മൂത്തത് ഞാൻ തന്നെ ആയിരിക്കും. എന്നാലും ഒരു താത്ത ആവാനുള്ള പ്രായമൊക്കെ തോന്നൂ എനിക്ക്. എപ്പോഴും തൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന അവൾക്ക് അവൻ്റെ ആ വിളി ഒട്ടും ദഹിച്ചില്ലായിരുന്നു. ഇനി ചിലപ്പോൾ അവൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരിക്കും വിളിക്കുന്നത്. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കി കിടത്തിയിട്ട് അടുക്കളയിലേക്ക് കയറി. നിമിഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനി സൽമയെക്കുറിച്ച് പറഞ്ഞാൽ, വിവാഹത്തിന് ശേഷം നാട്ടുകാർ പോലും സൽമയെ അധികം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന അവളെ അടുത്ത് കണ്ടാൽ ഏതൊരാണിൻ്റെയും ചോരയൊന്ന് തിളയ്ക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഷാജി അവളെ പുറത്തേക്ക് ഇറക്കിയാൽ ശരീരം ആകെ തുണി കൊണ്ട് മൂടുന്നതും. എല്ലാം അവൻ്റെ ഭാഗ്യം, അല്ലാതെന്താ. നല്ല വെളുത്ത നിറവും സിനിമാ നടിമാർ തോൽക്കുന്ന മുഖസൗന്ദര്യവുമായിരുന്നു സൽമയ്ക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോഴും മുഖത്ത് ചായം പൂശിക്കിടക്കുന്ന അവൾക്ക് 5.5 അടിയോളം പൊക്കമുണ്ടായിരുന്നു. തിന്നുകൊഴുത്ത ശരീരവും മുന്നിൽ തണ്ണിമത്തൻ കൂമ്പി നിൽക്കുന്ന പോലെ ഉള്ളതും വിരിഞ്ഞ അരക്കെട്ടും നടക്കുമ്പോൾ ഇളകി ആടുന്ന പിന്നഴകും ഒരാണിന് മൂടാവാൻ വേറെയൊന്നും വേണ്ടായിരുന്നു. കയ്യിൽ നിറയെ ചെമ്പൻ രോമങ്ങളാണെങ്കിൽ സ്വർണ്ണ കൊലുസിട്ട കാലുകളിൽ കറുത്തു ചുരുണ്ട രോമങ്ങളായിരുന്നു. കെട്ടിയോൻ്റെ സാമീപ്യമില്ലെങ്കിലും സ്വയം രസിക്കാനുള്ള പലതും അവളുടെ പക്കലുണ്ടായിരുന്നു, ആവശ്യത്തിലധികം. ജോലിക്ക് വന്നവൻ താത്ത എന്ന് വിളിച്ചെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന മേനിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഏതൊരാളും നോക്കി വെള്ളമിറക്കി പോകുന്ന മുറ്റിയ ചരക്ക്. എന്നാൽ മുറ്റത്തേക്കിറങ്ങിയാൽ പോലും നെഞ്ചിൽ ഷോളിട്ട് മറച്ചാണ് ഇറങ്ങുന്നത്. തനിക്ക് ഒരിക്കലും തീരാത്ത തരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ആരെയും കാണിക്കാനോ അതുവഴി കെട്ടിയോനറിയാതെ പുതിയ ബന്ധമുണ്ടാക്കാനോ ഒന്നും അവൾ നിന്നിരുന്നില്ല. എല്ലാം കാത്തിരുന്ന് തീർക്കുന്നതും രസിക്കുന്നതുമൊക്കെ ഷാജിയുമായി മാത്രമായിരുന്നു. മൂളിപ്പാട്ടുമൊക്കെ പാടി അടുക്കളയിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴാണ് അവളുടെ കണ്ണുകൾ വാതിലിലേക്ക് മാറിയത്. അടുക്കള വാതിലിന് താഴെ ഒരു കൈലിയും മുടുത്തുകൊണ്ട് വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ജോലിക്കാരനെയാണ് കാണുന്നത്. അവൾ കണ്ടെന്ന് മനസ്സിലായതും അവൻ മെല്ലെ ഒന്ന് ചിരിച്ചു. "താത്ത, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു." അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി. സൽമ വേഗം തന്നെ ഒരു ജഗ്ഗിൽ വെള്ളമെടുത്ത് വാതിലിൽ നിൽക്കുന്ന അവന് നേരെ നീട്ടി. "ഒന്നും പറയണ്ട താത്ത, ജോലിയും വെയിലും കൂടി ആയപ്പോഴേക്കും ആകെ കുഴഞ്ഞുപോയി. അതാ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചത്." അവളുടെ അടുത്ത് നിന്ന് വേഗം മാറാൻ താല്പര്യമില്ലാതിരുന്ന അവൻ സൽമയോട് പറഞ്ഞു. "നല്ല വെയിലുണ്ട്. വേണേൽ കുറച്ചു നേരം മാറിയിരുന്നിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ." "അതൊന്നും കുഴപ്പമില്ല താത്ത, നമ്മുടെ ജോലിക്ക് എന്ത് വെയിൽ എന്ത് മഴ." അവൻ പറഞ്ഞുകൊണ്ട് വെള്ളവുമായി തിരിയുമ്പോഴും അവളെ ഇടം കണ്ടിട്ട് മെല്ലെ ഒന്ന് നോക്കാൻ മറന്നില്ലായിരുന്നു. ആകെ കുഴഞ്ഞു നിൽക്കുന്ന അവനെ കണ്ട് പാവം തോന്നിയ സൽമ മെല്ലെ താഴേക്ക് നോക്കുമ്പോഴാണ് ശരിക്കും അബദ്ധം പറ്റിയത് അറിയുന്നത്. തൻ്റെ നൈറ്റി പൊക്കി കാൽമുട്ട് കാണുന്ന വിധത്തിലായിരുന്നു അരയിൽ കുത്തിയിരുന്നത്. വെറുതെ അല്ല അവൻ കണ്ണെടുക്കാതെ നോക്കിയത്. എന്നാലും അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? അവളുടെ മനസ്സിലേക്ക് ചിന്തകൾ കുമിഞ്ഞുകൂടി. അല്ലെങ്കിൽ ഞാൻ എന്തിനാ നാണിക്കുന്നത്? വെള്ളം കുടിക്കാൻ വന്നവന് കിട്ടിയത് ഡബിൾ ലോട്ടറി അല്ലേ? മെലിഞ്ഞിരുന്നാൽ എന്താ? അവൻ്റെ ആ നോട്ടം കണ്ടില്ലേ? ഇറച്ചിക്കടയിൽ പട്ടി വന്നു കിടക്കും പോലെ. സൽമ തൻ്റെ കൊഴുത്ത കാലുകളെ അസൂയയോട് ഓർമ്മിച്ച് പിറുപിറുത്തുകൊണ്ട് വീണ്ടും ജോലിയിൽ മുഴുകി.
അവൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് പോകുമ്പോഴും അവൻ പുറത്ത് വെയിലും കൊണ്ട് ജോലിയിൽ തന്നെ ആയിരുന്നു. കലപില സംസാരിക്കുന്നവനാണെങ്കിലും ജോലിയിൽ ആത്മാർത്ഥതയുണ്ട്. എന്നാൽ പുറത്ത് വെയിലും കൊണ്ട് വിയർപ്പുമൊഴുക്കി പണിയെടുക്കുവാണെങ്കിലും അവൻ ആകെ മൂത്ത് പഴുത്തായിരുന്നു നിന്നത്. ഇവിടേക്ക് വന്ന നാൾ മുതൽ ഇവളെ ഒന്ന് അടുത്ത് കാണാനെങ്കിലും കൊതിച്ചുപോയ അവന് ലോട്ടറി തന്നെയായിരുന്നു ഈ ജോലി. മിക്കപ്പോഴും മകനെ സ്കൂളിൽ വിടാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും വൈകിട്ട് സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിരിക്കുമ്പോഴുമൊക്കെ ആരും കാണാതെ അവൻ്റെ കണ്ണുകൾ സൽമയുടെ മേലെ തന്നെ ആയിരുന്നു. അങ്ങ് അവൻ്റെ സ്വന്തം നാട്ടിൽ ജോലിക്ക് പോയ വീട്ടിലെ പെണ്ണിനെയും അവളുടെ അമ്മയെയും വളച്ചെടുത്ത വീരനായിരുന്നു അവൻ. രണ്ടുപേരെയും മാറി മാറി വെച്ചുകൊണ്ടിരുന്ന അവനെ ഒരു ദിവസം അവരുടെ ഭർത്താവ് കട്ടിലിനടിയിൽ നിന്ന് പിടിച്ച് പൊതിരെ തല്ലി. ആ നാണക്കേട് മറക്കാനാണ് ഇവിടെ ദൂരേക്ക് വന്നുള്ള ഈ ജോലി. എന്തൊക്കെയാണെങ്കിലും സ്വന്തമല്ലാത്ത പെണ്ണിൻ്റെ രുചി അറിഞ്ഞവർ എവിടെ പോയാലും അതിനെ മാത്രമേ തേടുകയുള്ളൂ. അങ്ങനെയാണ് സൽമയും അവൻ്റെ കണ്ണുകളിൽ ഉടക്കിയത്. വാ തോരാതെ കലപില സംസാരിക്കുന്ന ശീലമുള്ള അവൻ്റെ മുന്നിൽ ആരായാലും വീണുപോകും. സമയം 4 മണി കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് വന്ന മകനെ വിളിക്കാനായി പോകുമ്പോഴും തിരികെ വരുമ്പോഴും അവൾ കാണാതെ കണ്ണിറയെ നോക്കി നിന്നത് ആ പിന്നഴകിൻ്റെ തുടുപ്പിലേക്ക് തന്നെ ആയിരുന്നു. വെളുത്ത കാലുകളിൽ പടർന്നു നിൽക്കുന്ന രോമവും അരിയാട്ടി നടക്കുന്ന പോലുള്ള നടത്തവും ഒക്കെ വൈകിട്ടുള്ള അവൻ്റെ നേരം പോക്കിന് വഴിയൊരുക്കി. താത്ത തിരിച്ചു വന്ന് അകത്തേക്ക് കയറി വാതിലൊക്കെ അടച്ചതും അവൻ ഓരോന്നാലോചിച്ച് കൂട്ടി. ആ താത്ത, എൻ്റെ സൽമ താത്ത, ചരക്ക് ഹൂറി സൽമ താത്ത. അവനൊന്നും മുരണ്ടു. പതിയെ ജഗ്ഗിലിരുന്ന് വെള്ളമെടുത്ത് കളഞ്ഞിട്ട് അവളെ ഒരു വട്ടം കൂടി അടുത്ത് കാണാൻ വേണ്ടി മെല്ലെ അടുക്കള വാതിക്കലേക്ക് നടന്നു. എന്നാൽ അവൻ്റെ ആ പ്രവൃത്തി സൽമ അടുക്കളയിൽ ജനലിലൂടെ തന്നെ കണ്ടിരുന്നു. സ്കൂളിൽ നിന്ന് വന്ന മകന് ചായ എടുക്കാൻ കയറുമ്പോൾ ആയിരുന്നു അവൻ വെള്ളമെടുത്ത് കളയുന്നത് കണ്ടത്. അവൻ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ അവൾ വേഗം തന്നെ ശബ്ദമുണ്ടാക്കാതെ അടച്ചു കുറ്റിയിട്ടിരുന്ന വാതിലിൻ്റെ കുറ്റി മാറ്റിയിട്ട് നിന്നു. കുടിക്കാൻ ദാഹിച്ചാണോ അതോ എന്നെ കണ്ട് ദാഹിച്ചിട്ടാണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ന പോലെ കാൽപാദം വരെ മറഞ്ഞു കിടന്ന നൈറ്റി ഒരു സൈഡിൽ നിന്ന് നല്ലപോലെ പൊക്കി അരയിലേക്ക് തിരികെ അവൾ. ഇപ്പോൾ വലത് കാലിൻ്റെ മുട്ടുവരെയും കാണാമായിരുന്നു. ആ വെളുവിള കൊഴുത്ത കാലുകൾ ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. ഇന്നേ വരെ കെട്ടിയോനല്ലാതെ ഒരു പുരുഷനോടും മോശമായ ഒരു ചിന്തയും ഇല്ലാതിരുന്ന അവൾക്ക് ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളം തന്നെ ആയിരുന്നു ആ നിമിഷം. പെട്ടെന്നായിരുന്നു അവൻ്റെ വിളി എത്തിയത്. താത്ത. നീട്ടിയുള്ള ആദ്യ വിളിയിൽ തന്നെ സൽമ ചാരിക്കിടന്ന വാതിലും തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ആ താത്ത, കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. അവൻ ചെറുചിരി നൽകി പാത്രം കൊടുക്കുമ്പോൾ അവൻ്റെ ആ നോട്ടത്തിൽ ശരിക്കും ചൂളിപ്പോയിരുന്നു സൽമ. ഇങ്ങനെ പോയാൽ നീ എൻ്റെ ചോര മുഴുവനും കുടിക്കുമല്ലോടാ. അവൾ മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ട് മുഖത്ത് ദേഷ്യമൊന്നും കാണിക്കാതെ വേഗം പാത്രം വാങ്ങി അകത്തേക്ക് തിരിയുമ്പോഴാണ് ശരിക്കും കത്തിയത്. ഇറുകിയ നൈറ്റിക്കുള്ളിലേക്കായിരുന്നു അവൻ്റെ നോട്ടമെന്ന്. നൈറ്റി പൊക്കി കാലുകൾ കാണിച്ച് അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ നിന്ന് അവൾ അത് മറന്നുപോയി. നിനക്കിപ്പോഴും ലോട്ടറി ആണല്ലോ ചെറുക്ക. എൻ്റെ ഉമ്മ ഇവൻ്റെയൊക്കെ കയ്യിൽപ്പെട്ട കടിച്ചു കീറും പെണ്ണുങ്ങളെ. അവൾ പറഞ്ഞുകൊണ്ട് വാതിക്കലേക്ക് നീങ്ങി വെള്ളം കൊടുക്കുമ്പോൾ അവൾ പോലും അറിയാതെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നിരുന്നു. വേഗം തന്നെ വെള്ളം വാങ്ങി അവൻ അവളെ അടിമുടി സ്കാൻ ചെയ്ത് ആ രൂപം മനസ്സിലേക്ക് പതിപ്പിച്ചിട്ടാണ് തിരിച്ചു പോയത്. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു നോട്ടം? അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്? ആ പഴയ ആവേശവും ആർത്തിയൊന്നും കെട്ടിയോന് പോലും ഇല്ല. ഇപ്പം മുഴുവൻ സമയവും കാശുണ്ടാക്കണമെന്ന ചിന്ത മാത്രം. സൽമ നീരസത്തോടെ സ്വയം പറഞ്ഞുകൊണ്ട് മകന് ചായ കൊടുക്കാനായി പോയി. അവനാണെങ്കിൽ സൽമ പറഞ്ഞ പോലെ ലോട്ടറി അടിച്ച ഫീലായിരുന്നു. എന്ത് മുഴുപ്പാണ് അവൾക്ക്. ജോലിയൊക്കെ തീർത്ത് വേഗം മുറിയിലേക്ക് പോകാനുള്ള വെപ്രാളത്തിലായിരുന്നു. 5:30 ആയപ്പോൾ തന്നെ ഇന്നത്തെ പണിയും നിർത്തി സാധനങ്ങളൊക്കെ പുറത്ത് തന്നെ ഒതുക്കി വെക്കുമ്പോൾ സൽമ മുൻവാതിലും തുറന്ന് പുറത്തേക്ക് വന്നു.
അവനെ കണ്ടതും അവളായിരുന്നു ആദ്യം ചിരിച്ചത്. കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ശമ്പളം കൊടുക്കുമ്പോൾ അവനും മെല്ലെയൊന്ന് ചിരിച്ചു. കയ്യിൽ കുട്ടിയുള്ള കാരണം സീനൊന്നും കിട്ടിയില്ലെങ്കിലും താത്തായുടെ തൃപ്തിയോടെയുള്ള ചിരി അവൻ്റെ മനസ്സും നിറച്ചിരുന്നു. ആ, എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ് താത്ത. 3-4 ദിവസമെങ്കിലും എടുക്കും ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ, അവൻ പറഞ്ഞു. ആ, സമയമെടുത്തിട്ടായാലും വേണ്ടില്ല, ഇതുപോലെ തന്നെ വൃത്തിക്ക് ചെയ്താൽ മതി. നാളെ വരില്ലേ? ആ, വരും താത്ത. പണിസാധനമൊക്കെ ഇവിടെ വെച്ചിരിക്കുക, ഞാൻ രാവിലെ വന്ന് തുടങ്ങിയേക്കാം, അവൻ പറഞ്ഞുകൊണ്ട് മെല്ലെ നടന്നു നീങ്ങി. ജോലി ചെയ്ത് ക്ഷീണിച്ച് നടന്നു നീങ്ങുന്ന അവനെ ഒന്ന് നോക്കിയിട്ട് അവളും അകത്തേക്ക് കയറി. സമയം രാത്രി 10 മണിയാകുന്നു. രാത്രി കെട്ടിയോൻ ഷാജിയുടെ വിളിയും കാത്തിരിക്കുന്ന സൽമ കുട്ടികളെയും ഉറക്കി കിടത്തി യൂട്യൂബിലെ ഇക്കിലെ വീഡിയോകളും കണ്ട് നല്ല മൂഡിൽ കിടക്കുമ്പോഴാണ് വിളിയെത്തിയത്. ആ ഇക്ക, എത്ര സമയം എന്തെടുക്കുമായിരുന്നു, എത്ര സമയമായി കാത്തിരിക്കുന്നു, സൽമ ചെറിയ നീരസം പ്രകടമാക്കി ചോദിച്ചു. കഴിക്കാനുള്ളത് ഇപ്പോഴാടി മോളെ വന്നത്, അതാ താമസിച്ചത്. അവളിൽ ദേഷ്യം അടക്കാനായി അയാൾ കുറച്ച് പൈങ്കിളിയായി. മക്കളൊക്കെ ഉറങ്ങിയോ? ആ ഇക്ക, 2 പേരെയും ഉറക്കി കിടത്തിയിട്ട് ഇക്കായെയും കാത്തിരുന്നതാ ഞാനിവിടെ. അതെനിക്കറിയില്ലേടി കള്ളി, ഞാനും എൻ്റെ ഈ മൊഞ്ചത്തിക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് തന്നെ. അയാൾ മെല്ലെ പിൻ ക്യാമറ ഓണാക്കി പതിവ് പോലെ ഷോ കാണിച്ചു തുടങ്ങി സൽമയെ. അത് കണ്ടതും ഉള്ളിലുള്ള നീരസമൊക്കെ മറന്ന അവൾ കീഴ്ചുണ്ടിലൂടെ നാവുരച്ചുകൊണ്ട് ആർത്തിയോടെ ഒന്ന് നോക്കി. ഓ, ജീവിക്കുന്നതൊക്കെ കൊള്ളാം, ഇവിടെ ഒരാൾ പട്ടിണിയാണെന്ന് മറക്കണ്ട. എൻ്റെ ചക്കര ഇന്ന് നല്ല ഫോമിലാണല്ലോ, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ട് പോട്ടടി പൊന്നെ നിന്നെ. വായിക്ക, വന്നെന്നെ എന്തേലുമൊക്കെ ചെയ്യൂ പൊന്നെ. നേരം കഴിയും തോറും സൽമ മറ്റൊരു സൽമയായി മാറിയിരുന്നു. ഓരോ ദിവസവും ഇടവിട്ട് കെട്ടിയോനുമായുള്ള ഈ വീഡിയോകൾ വിളിയാണ് കുറച്ചെങ്കിലും ഒരാശ്വാസം. അവളും പിൻ ക്യാമറ ഓണാക്കി കെട്ടിയോനെ മൂടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഓ എൻ്റെ ഷാജിക്ക, പറയടി മുത്തേ, വാ പൊന്നെ ഇങ്ങോട്ട്. വരുവാടി കരളെ, ഇക്കതേ പറന്നെത്തി. 10-15 മിനിറ്റുകൾ നാട്ടിലും ഗൾഫിലും നിന്ന് 2 പേരും ഫോൺ വഴി തിമിർത്തു. ഇക്ക വന്ന് നേരിട്ട് എപ്പോഴാ വരിക എൻ്റെ പൊന്നെ? സൽമയുടെ ശബ്ദം വികാരതരളിതമായി. അതിനൊക്കെ ഇനിയും സമയം കിടക്കുവല്ലേടി സൽമ പെണ്ണെ. ആ, അല്ലെങ്കിലും ഇക്കയ്ക്ക് കാശ് മതിയല്ലോ, സൽമ ചുണ്ടുമലർത്തി പറഞ്ഞു. എന്നാൽ അവളുടെ സൂക്കേടിൻ്റെ സങ്കടം കേട്ടിരുന്നാൽ വഴക്കാവുമെന്നറിയാമായിരുന്ന ഷാജി വേഗം തന്നെ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരുന്നു. എടീ സൽമ, വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കാൻ നിന്റെ വാപ്പ ആളിനെ ഏൽപ്പിച്ചിട്ട് വന്നായിരുന്നു. തൻ്റെ സങ്കടം പറഞ്ഞതിൽ നിന്ന് പിന്മാറിയതാണെന്ന് മനസ്സിലാക്കിയ അവൾ ഇരുത്തിയൊന്ന് മൂളി. ആ, മലയാളിയാണോ ബംഗാളിയാണോ? ബംഗാളിയാണിക്ക, നമ്മുടെ കടയുടെ മേലെ താമസിക്കുന്നതാ. അതെന്തായാലും കാര്യമായി. മലയാളികൾ വല്ലതുമാണെങ്കിൽ നിന്റെ പിറകിൽ നിന്ന് മാറില്ലല്ലോ, അത്ര സുന്ദരിയല്ലേ എൻ്റെ പെണ്ണ്. ഓ, കൂടുതൽ പൊക്കല്ലേ, ഇക്കയ്ക്ക് പണ്ടേ ഉള്ളതാണ് ഈ കള്ളസ്നേഹം. അതല്ലെങ്കിലും നീ പറയും, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാ. പിന്നെ സുന്ദരിയാണെന്ന് പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. എൻ്റെ സൽമ, നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ കാണുമോ? ഷാജിയുടെ ആ സംസാരത്തിൽ വീണുപോയ സൽമ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി കെട്ടിയോനെ നാവ് നീട്ടി കാണിച്ചു. ബംഗാളിയാണെങ്കിലും അവൻ നോക്കി നമ്മുടെ ചോര കുടിക്കും. സൽമ അവൻ മലയാളിയാണെന്ന് പറയാതെ കെട്ടിയോൻ്റെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കാൻ തമാശ പോലെ പറഞ്ഞു. നിന്നെ കണ്ട ആർക്കായാലും ഒന്ന് ചോര കുടിക്കാൻ തോന്നും പെണ്ണെ. സൗന്ദര്യം ഒഴുകി ഇറങ്ങുമല്ലേ ഈ മൊഞ്ചത്തിയുടെ. സ്വന്തം പെണ്ണിൻ്റെ ചോര ബംഗാളിക്ക് കുടിക്കുന്ന സ്നേഹനിധിയായ എൻ്റെ കെട്ടിയോൻ. അവൾ കിടന്ന കിടപ്പിൽ കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബംഗാളിയും മനുഷ്യനല്ലേടി. ഉവേ, വല്ലാത്ത ബംഗാളി സ്നേഹം തന്നെ. അവസാനം ഇച്ചിരി പോലും കാണില്ല കേട്ടോ. എന്ത്, എൻ്റെ ചോര ബംഗാളി ഊറ്റിയെടുക്കുമല്ലേ? ഇന്ന് രാവിലെ വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ ആ മെലിഞ്ഞ് ഇറുക്കില പോലെ ഇരിക്കുന്നവൻ്റെ നോട്ടം മുഴുവൻ എൻ്റെ കാലിലേക്കായിരുന്നു.
അയ്യേ, നിന്റെ കാല് കണ്ടിട്ടാണോ അവൻ വെള്ളം ഇറക്കിയത്? ഞാൻ കരുതി വേറെ വല്ലതും കണ്ടെന്ന്. ഷാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേറെ എന്ത് കണ്ടെന്നാ മോനെ പറയുന്നേ? കാണാൻ ഒരുപാടുണ്ടല്ലോ. അതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ബംഗാളി വിറച്ചു വീഴും. ദേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്താ കണ്ട ബംഗാളികൾ ഓരോന്നൊക്കെ കാണുന്ന രീതിയിൽ ഉടുത്തു നടക്കുവാണോ? കെട്ടിയോൻ്റെ ആ സംസാരത്തിൽ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷമൊക്കെ തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ചെറു ദേഷ്യത്തോടെ പറഞ്ഞു. തമാശ പറഞ്ഞതല്ലേടി കള്ളിപ്പെണ്ണെ. പിന്നെ ഈ മെലിഞ്ഞിരിക്കുന്നവന്മാരൊക്കെ ഭയങ്കര പ്രകടനമുള്ളവന്മാരായിരിക്കും. അവന്മാർ പെൺപിള്ളേരെ പെട്ടെന്ന് വളയ്ക്കും. നീ ഒന്ന് സൂക്ഷിച്ചോ. ഷാജി വീണ്ടും അവളെ കളിയാക്കി പറഞ്ഞു. എന്നാൽ അതുകൂടി കേട്ടപ്പോൾ സൽമയുടെ ഉള്ളിൽ വീണ്ടും വല്ലാതെ വിങ്ങാൻ തുടങ്ങിയിരുന്നു. ഇത്ര വർഷമായിട്ടും മറ്റൊരാളുടെ കാര്യം വെറുതെ പോലും പറയാത്ത ഇക്കയിൽ നിന്ന് ഇതൊക്കെ കേട്ടപ്പോൾ സ്വർഗം കിട്ടിയ അനുഭൂതിയായിരുന്നു അവൾക്ക്. ദേ ഇക്ക, ഞാൻ നല്ല തെറി വിളിക്കും കേട്ടോ. വിളിക്കടി മോളെ, എത്ര നാളായി എൻ്റെ പെണ്ണിൻ്റെ തെറിവിളി കേട്ടിട്ട്. അയ്യടാ, അത്ര കൊതിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോരെ. ഇപ്പോൾ ബംഗാളിയൊക്കെ ഇല്ലേ നിന്റെ ചോര കുടിക്കാൻ? ഞാനിനി കാശും ചിലവാക്കി വരണോ? പോടാ മൈത്താണ്ടി മോറ, ഇനി ഞാൻ ബംഗാളിക്ക് കൊടുത്തോളാം. നീ പോയി വല്ല അറബി പെണ്ണുങ്ങളുടെ കൂടെ കിടക്കടാ, കാട്ട് തുരപ്പാ. എൻ്റെ പെണ്ണിൻ്റെ തെറി കേട്ടപ്പോൾ വല്ലാത്തൊരാശ്വാസം. സൽമ, നീ ഒരു ചരക്കാടി മോളെ. ഞാൻ വെക്കുക മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് മൂപ്പിക്കാനായിട്ട്. അവൾ ചിരിച്ചുകൊണ്ട് കെട്ടിയോനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോൺ കട്ടാക്കി. സാധാരണ വിളിച്ചാൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന സൽമ വേഗം ഫോൺ വെച്ചതിൽ ജോലിക്ക് വന്ന ബംഗാളിയോട് നന്ദിയും പറഞ്ഞ് ഷാജി ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ സൽമ ഇവിടെ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലായിരുന്നു. തന്നെ നോക്കി വെള്ളമിറക്കുന്നവൻ്റെ കാര്യങ്ങൾ ഓർത്തുള്ള ആവേശത്താൽ അവൾ അങ്ങ് മറിമറന്നു. ഇക്കയോട് ഫോണിൽ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ മനസ്സ് നിറയെ ജോലിക്ക് വന്നവൻ്റെ മെലിഞ്ഞ നെഞ്ചിലൂടെ ഒലിക്കുന്ന വിയർപ്പ് തുള്ളികളായിരുന്നു. എല്ലാം കഴിഞ്ഞ് സുഖത്തിൻ്റെ ആലസ്യത്തിലേക്ക് വീണുപോയ അവൾ പിന്നെ എഴുന്നേൽക്കുന്നത് രാവിലെ 6 മണിക്കായിരുന്നു. ഉറക്കം എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി തണുത്ത വെള്ളം മേത്തേക്കൊഴിച്ച് നിന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖമായിരുന്നു അവളുടെ ശരീരമാകെ പടർന്നു കയറിയത്. അയ്യേ, ഇന്നലെ എന്തൊക്കെയാണ് ചെയ്തതും ചിന്തിച്ചതും. അതും ജോലിക്ക് വരുന്ന ഒരുവനെ ഓർത്ത്. എല്ലാ ഈക്ക കാരണമാണ്. അവൾ മനസ്സിൽ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോഴും ഒരു തരി കുറ്റബോധം പോലും മനസ്സിനെ വേട്ടയാടിയിരുന്നില്ല. അതുപോലെ ഒരു സൂക്കേടുകാരിയായിരുന്നു അവൾ. സമയം മുന്നോട്ട് നീങ്ങി. മകനെ സ്കൂളിൽ വിടേണ്ടത് കൊണ്ട് ഓരോ ജോലികളും സ്പീഡിൽ ചെയ്ത അവൾ രാവിലെ ജോലിക്ക് വന്നവനെ പോലും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് 8:30 ആയപ്പോൾ മോനെയും സ്കൂൾ ബസ്സിൽ കയറ്റി തിരിച്ചു വരുമ്പോഴാണ് രാവിലെ തന്നെ വന്ന് ജോലി തുടങ്ങിയവനെ ഒന്ന് കാണുന്നത് തന്നെ. അവളെ കണ്ടതും കയ്യിലിരുന്ന മൺവെട്ടി താഴേക്ക് കുത്തിയ അവൻ മെല്ലെ ഒന്ന് ചിരിച്ചു. അവളും അതേപോലെ ചെറുചിരി നൽകി അകത്തേക്ക് കയറി. ആ പോകുന്ന പോക്കിൽ അവനെ ഒന്ന് നോക്കി ഒഴിയാനും മറന്നില്ലായിരുന്നു സൽമ. ഇന്നലെ അവൻ്റെ ദേഹത്ത് ഒരു കൈലി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിന് പകരം മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു 3/4 പാൻസ് ആയിരുന്നു. ദേഹത്ത് ഉടുപ്പൊന്നുമില്ല. പക്ഷേ ആ കാഴ്ചയിൽ തന്നെ അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അവളിലെ ആസക്തി ഉള്ള പെണ്ണ് ശരിക്കും ഉണരുകയായിരുന്നു അപ്പോൾ. അകത്തേക്ക് കയറി ഉറക്കമുണർന്ന കുഞ്ഞിനെ കുറച്ചു നേരം എടുത്തുകൊണ്ട് നടന്ന അവൾ അതിനെ കുളിപ്പിച്ച് പാലും കൊടുത്തുറക്കിയതിനു ശേഷമാണ് അടുക്കളയിൽ കയറിയത്. അപ്പോഴേക്ക് സമയം ഏതാണ്ട് 11 മണിയോടടുത്തിരുന്നു. ഇന്നലത്തെ പോലെ അവൻ ഇന്നും കുടിവെള്ളം ചോദിക്കാൻ വരുമെന്ന് അറിയാമായിരുന്ന അവൾ ഒരു മുഴം മുൻപേ എറിയാൻ ആയിരുന്നു പ്ലാൻ ചെയ്തത്. വെള്ളം ചെറുചൂടോടെ ജഗ്ഗിലേക്ക് പകർന്ന അവൾ മതയാനയെ പോലെ അഴിഞ്ഞു കിടന്ന മുടിയും വാരിക്കെട്ടി മുന്നഴക് മറച്ചു കിടന്ന ഷോൾ അവൻ കണ്ടാൽ കൊതിക്കുന്ന പോലെ എടുത്തിട്ട് നൈറ്റി അടിപ്പാവാടയും ഒരു സൈഡിൽ നിന്ന് പൊക്കി അരയിൽ കുത്തിക്കൊണ്ട് മെല്ലെ വാതിലും തുറന്ന് പുറത്തേക്കിറങ്ങി.
ഇങ്ങനെ തന്നെ കണ്ടാൽ അവൻ്റെ കിളി പോകുമെന്ന് തോന്നിപ്പോയ സൽമ ചുണ്ടിൽ കള്ളച്ചിരി വരുത്തി മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കാലൊച്ച കേട്ടതും ജോലി നിർത്തി അവൻ ചിരിച്ചുകൊണ്ട് വെള്ളം വാങ്ങിച്ചു. അയ്യോ താത്ത, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, കണ്ടില്ലേ ഇവിടെയൊക്കെ കാട് കയറി കിടക്കുവാണ്. അവൻ ആർത്തിയോടെ അവളുടെ ശരീരത്തിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, സൽമ പറഞ്ഞു. ഒന്നും പറയണ്ട താത്ത, കണ്ടില്ലേ വൃത്തിയാക്കി വന്നപ്പോൾ കുറച്ച് പഴയ തുണികളും ഒക്കെ ഉണ്ടായിരുന്നു മണ്ണിൽ. അവൻ അടുത്തിരുന്ന കൊട്ടയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ സൽമയുടെ ശരീരമാകെ വിറച്ചു പോയിരുന്നു. അതിൽ നിറയെ തൻ്റെ പഴയ വസ്ത്രമായിരുന്നു. അടിപ്പാവാട അടക്കമുണ്ട്. 3-4 വർഷം മുമ്പ് വീട് വൃത്തിയാക്കിയപ്പോൾ കീറിയതൊക്കെ വാരിക്കളഞ്ഞതാണ്. ഇന്നറും ബാക്കിയുള്ളതും മണ്ണിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് കൊട്ടയിലിട്ടേക്കുന്ന കണ്ടതും അവളുടെ മുഖം ആകെ ഒന്ന് ചുവന്നു. എന്തായാലും ഇതെല്ലാം പിറകുവശത്ത് കൊണ്ടുപോയി കത്തിക്കാൻ താത്ത, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്ത് പറയണോ എന്ന് പോലും അറിയാതെ അവളൊന്ന് മൂളി. അപ്പോഴും അവൻ്റെ നോട്ടം തൻ്റെ വെളുത്ത കാലുകളിലും ശരീരത്തിലേക്കുമായിരുന്നു. നോക്കാനും കാണാനുമൊക്കെ ആണുങ്ങൾ ആരും ഇല്ലെങ്കിൽ മിക്ക വീടുകളുടെയും പരിസരം ഇങ്ങനെയായിരിക്കും. മുഴുവനും കാട് കയറിയില്ലേ? ഇക്ക പോയിട്ട് കുറേ ആയില്ലേ? ഇക്ക ഉണ്ടായിരുന്നേൽ ഇത്രയും കയറില്ലായിരുന്നു, അവൾ അവനോട് പറഞ്ഞു. അത് ശരിയാണ്, പക്ഷേ എന്തായാലും ഇക്ക ഇല്ലാത്തതും നന്നായി. അതെന്താ? അതുകൊണ്ടല്ലേ താത്ത എനിക്ക് ജോലി കിട്ടിയത്. ഞാനിനി വേണ്ട പോലെ കണ്ടറിഞ്ഞ് ചെയ്തോളാം. അത് കൊള്ളാമല്ലോ. അവൾ അവനെ നോക്കി ചിരിച്ചു. തൻ്റെ പേരെന്താണ്? അനീഷ്, അവൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ച് കുടിക്കുമ്പോൾ സൽമ ഒന്ന് മൂളിക്കൊണ്ട് തനിക്ക് നേരെ നിൽക്കുന്ന അവനെ ഒന്ന് നോക്കി. വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നു അവളുടെ കണ്ണുകളെ തേടിയെത്തിയത്. കൈപൊക്കി വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ആ വിയർത്തൊലിക്കുന്ന കക്ഷവും അതിലെ കുറ്റിരോമങ്ങളും ആർത്തിയോടെ നോക്കിപ്പോയ സൽമ കണ്ണുകൾ ആ മെലിഞ്ഞ ശരീരത്തിലൂടെ ഒഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിക്ക് ബാക്കി ഒരു ടെലിഗ്രാം പോർഷൻ ഉണ്ട്. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ബാക്കി അതിൽ പോയി കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് കമൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.